ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. PSC കോഴ ആരോപണത്തിൽ നടപടിയെടുത്തു CPM. പ്രമോദ് കോട്ടുളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തീരുമാനം ചോദ്യം ചെയ്ത് പ്രമോദ് കോട്ടുളി 1 രൂപ കോഴ വാങ്ങിയെങ്കിൽ തന്നെ ബോധ്യപ്പെടുത്തണം. അമ്മയ്ക്കൊപ്പം പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സമരമിരിക്കുന്നു. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നു. ശുചീകരണത്തിനിടെ തോട്ടിൽ വീണത് റെയിൽവേ തൊഴിലാളി. സൈബർ ലോകത്തെ ചതിവല തുറന്നുകാട്ടി ന്യൂസ് 18. ടെലഗ്രാം ആപ്പ് ഉപയോഗിച്ച് കുടുംബ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്യുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ ടെലഗ്രാം വഴി വിൽക്കുന്നു. ഇരകളാകുന്നത് വീട്ടമ്മമാരും കൗമാരക്കാരികളും. സൈബർ സെല്ലും നിസ്സഹായർ. പ്രകാശ് ബാബുവിനെ വീണ്ടും തഴഞ്ഞ് പാർട്ടി ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ല. കാനത്തിന്റെ ഒഴിവിൽ ആനി രാജയെ നിർദ്ദേശിച്ച് സംസ്ഥാന നേതൃത്വം. സംസ്ഥാനത്ത് പോലീസുകാരിൽ മാനസിക സമ്മർദ്ദം കൂടുന്നു. കൗൺസിലിംഗ് തേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. ജോലി സംബന്ധമായ സമ്മർദ്ദമെന്ന് കണ്ടെത്തൽ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യത്തിന് വൻ നേട്ടം. 13-ൽ 11 മുന്നിൽ. ബംഗാളിൽ തൃണമൂൽ, ഹിമാചലിൽ കോൺഗ്രസ്. ആഘോഷമായി അനന്ത് അംബാനി രാധിക മർച്ചന്റ് വിവാഹം. സാന്നിധ്യമറിയിച്ച് രാഷ്ട്രീയ, സിനിമ, കായിക താര പ്രമുഖർ. ശുഭ ആശീർവാദ് ചടങ്ങുകൾ മുംബൈയിൽ. PSC കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയെ പുറത്താക്കി CPM. പ്രമോദ് കോട്ടുളിയെ എല്ലാ സ്ഥാനത്തു നിന്നും നീക്കി. റിയൽ എസ്റ്റേറ്റ് ഇടപാട് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നാണ് പ്രമോദിന്റെ പ്രതികരണം. നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. ഇങ്ങനെ ഒരു PSC കോഴയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രമോദ് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും ആളോട് ഇത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതാരാണ്, എപ്പോഴാണ് പണം കൈമാറി ചെയ്തത്, ആരെങ്കിലും ആ രീതിയിൽ പ്രമോദ് ഇടപെടുത്തുന്നോ, അയാളെ ഭീഷണിപ്പെടുത്തുന്നോ, എന്തെങ്കിലും അതിൻ്റെ എല്ലാ തരത്തിലുള്ള തെളിവുകളും എൻ്റെ മുന്നിൽ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയതായി തെളിയിക്കാമോ എന്നും പ്രമോദ് കോട്ടുളി വെല്ലുവിളിച്ചു. അതായത് ഞാൻ ആദ്യം മകനാണായത്, ഇതിന് ശേഷമാണ് സഖാവായത്. എനിക്ക് എൻ്റെ അമ്മയാണ് ബോധ്യപ്പെടുത്തുന്നത്. രക്ഷിതാവിന് അത് മക്കളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ അമ്മയ്ക്കും മകനുമൊത്ത് പ്രതിഷേധിക്കുകയാണ് പ്രമോദ് കോട്ടുളി. ആർക്ക് എപ്പോൾ എവിടെ വെച്ച് പണം നൽകിയെന്ന് പരാതിക്കാരനായ ശ്രീജിത്ത് ബോധ്യപ്പെടുത്തണമെന്നാണ് ആവശ്യം. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, വലിയൊരു ട്വിസ്റ്റാണ് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട്. നടപടി ഉണ്ടാകുന്നു, തൊട്ടുപുറകെ പ്രമോദ് വെല്ലുവിളിക്കുന്നു പാർട്ടിയെ, ഈ സംഗതി തെളിയിക്കാൻ ആവശ്യപ്പെടുന്നു. നിരാഹാരമടക്കമുള്ള കടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന പശ്ചാത്തലം എന്താണ്? ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നീക്കം പ്രമോദിന്റെ പാർട്ടിയിലുള്ള ആലോചന ഏത് തരത്തിലാണ്? രഞ്ജിത്ത്, പാർട്ടി അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുകയും ഒപ്പം നാടകീയവുമായ സംഭവവാസങ്ങൾക്കാണ് ഇപ്പോൾ ഈ സംഭവം സാക്ഷ്യം വഹിക്കുന്നത്. രാവിലെ മുതൽ തന്നെ CPM-ന്റെ നേതൃയോഗങ്ങൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ആദ്യം സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. അതിൽ കടുത്ത സംഘടനാ വിരുദ്ധ നടപടികൾ പ്രമോദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന വിലയിരുത്തലുണ്ടായി. അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയും അദ്ദേഹത്തെ പുറത്താക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു. എന്നാൽ ഒരു വിഭാഗം ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. കാരണം പ്രമോദ് മാത്രമല്ല, മറ്റു ചില ആളുകളും പരസ്യ കമ്പനി നടത്തുന്ന അടക്കമുള്ള ആളുകൾ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നഗരത്തിൽ ചെയ്യുന്നുണ്ട്. അവർക്കെതിരെയും മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഔദ്യോഗിക പക്ഷത്തിന്റെ കൃത്യമായ സഹായം ഇത്തരം ആളുകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന വിമർശനവും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു. എന്നാൽ ഇപ്പോൾ വളരെ ഗൗരവതരമായ ഒരു കുറ്റം ചെയ്തു എന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ചർച്ചകൾ നടക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടിയെടുക്കണം എന്ന് ജില്ലാ കമ്മിറ്റിയിലും പിന്നീട് തീരുമാനമാവുകയായിരുന്നു. ഇതിനുശേഷമാണ് ടൗൺ ഏരിയ കമ്മിറ്റി
യോഗം വിളിച്ചു ചേർത്തത്. നേരത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. ഈ യോഗത്തിലേക്ക് പ്രമോദ് കോട്ടൂളിയെ വിളിക്കുകയും ചെയ്തില്ല. ഈ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഈ പ്രമോദിന് എതിരായ നടപടി പ്രഖ്യാപിച്ചത്. പാർട്ടിയിൽ നിന്നും പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കുന്നു എന്ന വിവരമാണ് അറിയിച്ചത്. അല്പസമയത്തിനകം ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെ CPM ഇക്കാര്യം പുറത്തറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പാർട്ടിക്കുള്ളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, പാർട്ടി വിരുദ്ധ പ്രവർത്തനം തുടങ്ങിയവ ആരോപിച്ചാണ് പ്രമോദിനെതിരെ നടപടി എടുക്കുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. മറിച്ച് PSC കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആ പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണത്തിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. കാരണം നേരത്തെ ജില്ലാ സെക്രട്ടറി P മോഹനും സംസ്ഥാന സെക്രട്ടറി അടക്കം ഒരു പ്രശ്നമുള്ളത് അനീഷ്, PSC കോഴ ആരോപണം, അതായത് 20 ലക്ഷം രൂപയുടെ ഒരു കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രമോദിനെതിരെ നേരത്തെ ഇത്തരം ഒരു വാദം ഉയർന്നത്. അവിടെ പാർട്ടി അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. പക്ഷേ റിയൽ എസ്റ്റേറ്റ് എന്ന മറ്റു തലത്തിലുള്ള ഒരു സംഗതിയിൽ ഏർപ്പെട്ടു എന്ന പേരിൽ പാർട്ടി പുറത്താക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് ആരോപണവുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ഇല്ലാത്ത പാർട്ടി പ്രമോദ് ക്ലീൻ ആണെന്ന് ആദ്യം പറയുന്നു, പിന്നീട് റിയൽ എസ്റ്റേറ്റിന്റെ പേരിൽ പുറത്താക്കുന്നു. അതിന്റെ സാഹചര്യം എങ്ങനെ വിശദീകരിക്കുന്നു അവർ? റിയൽ എസ്റ്റേറ്റ് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതിനായി പല കാര്യങ്ങൾ നേരത്തെ തന്നെ പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, ഈ യുവധാര കോട്ടൂളി എന്ന പേരിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രാദേശിക കൂട്ടായ്മ പ്രമോദ് കോട്ടൂളി സ്ഥാപിച്ചിരുന്നു. ഓണാഘോഷം, ആഘോഷ പരിപാടികൾ തുടങ്ങിയവയിലേക്കാണ് ആദ്യം ഇത് നീങ്ങിയതെങ്കിൽ പിന്നീട് ജീവകാരുണ്യ ഇടപെടലടക്കം വലിയ പലതരത്തിലുള്ള ഇടപെടലുകളും ഇവ നടത്തിയിരുന്നു. പാർട്ടിക്കപ്പുറം ഒരു സമാന്തര സംവിധാനം എന്ന പേരിലേക്ക് ഈ യുവധാര കോട്ടൂളി വളർന്നു എന്ന വിമർശനം പാർട്ടിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പാർട്ടി അറിയിക്കണമെന്ന കാര്യം കോട്ടൂളി പാലിച്ചില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ പാർട്ടി യോഗങ്ങളിൽ നേരത്തെ ഉയർന്നു വന്നിരുന്നു. പലതവണയായി ഇക്കാര്യത്തിൽ ജില്ലാ സെക്രട്ടറി അടക്കം താക്കീത് നൽകിയെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇത്തരം പലവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാവും ഇപ്പോഴത്തെ നടപടിയെന്നാണ് പാർട്ടി വിശദീകരിക്കുന്നത്. കാരണം PSC നടപടിക്രമങ്ങളുടെ പേരിൽ നടപടിയെന്ന് വിശേഷിപ്പിച്ചാൽ പിന്നീട് ഗുരുതരമായ നിയമ പ്രശ്നങ്ങൾ, നിയമപരമായ പലതരത്തിലുള്ള അന്വേഷണങ്ങളും മറ്റുമൊക്കെ ഇത് കേന്ദ്രീകരിച്ച് വരേണ്ടി വരും. ആ ഒരു പിടിവള്ളിയിൽ മുറുകി പിടിച്ചാണ് ഇപ്പോൾ കോട്ടൂളി തന്റെ വജ്രായുധം പുറത്തെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഈ ആരോപണ വിധേയനായ ശ്രീജിത്ത് എന്ന ആളുടെ ഭാര്യയ്ക്കായാണ് പണം നൽകിയതെന്നാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നിരുന്ന ഒരു ചർച്ച. ഇക്കാര്യങ്ങൾ വളരെ സജീവമായി തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം ഈ പേര് ഇതുവരെ പുറത്തേക്ക് പരസ്യമായി വന്നിരുന്നുമില്ല. എല്ലാവരും പറയുമ്പോൾ രഹസ്യമായി പറയുമെങ്കിലും മാധ്യമങ്ങളിലൊന്നും ഈ പരാതിക്കാരുടെ പേര് പൂർണ്ണമായി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായില്ല. അത്തരത്തിൽ രഹസ്യമായി നിന്ന അല്ലെങ്കിൽ തനിക്ക് ഔദ്യോഗികമായി യാതൊരു പരാതികളും പറയാനില്ലെന്ന് പാർട്ടിയോട് വ്യക്തമാക്കിയ ആളുടെ പേര് തന്നെ പ്രമോദ് കോട്ടൂളി പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അയാളുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഇതാ സത്യാഗ്രഹത്തിനായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അവിടെ പോയി താൻ എത്ര പണം വാങ്ങി, എവിടെ വെച്ച് വാങ്ങി, എന്താണ് തെളിവ് തുടങ്ങിയ കാര്യങ്ങൾ തനിക്കും തന്റെ അമ്മയ്ക്കും താൻ ബോധ്യപ്പെടുന്നതിലുപരി തന്റെ അമ്മയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്ന ആവശ്യമായി രംഗത്ത് വന്നേക്കാണ്. ഇത് വലിയ പ്രതിസന്ധിയാണ് CPM-ന് സൃഷ്ടിക്കുന്നതിൽ സംശയമില്ല. കാരണം പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇതിനകം ഒരു പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു. മറ്റു പലതരത്തിലുള്ള നിയമസഭയിലടക്കം ചോദ്യോത്തരമായി ഇത് ഉയർന്നിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പരാതിക്കാരൻ ആര് എന്നത് മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം പോലീസിനാണെങ്കിലും ഈ പരാതിക്കാരനെ കുറിച്ചുള്ള കൃത്യമായ ഒരു പേര് വിവരം ഇതിനകം പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ ആരോപണം വരുന്നു, അത് ഭരണഘടനാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരികയും ചേരുന്നു. പരാതിക്കാരന്റെ പേരിപ്പോൾ അനാവൃതമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് പോലീസ് അടക്കമുള്ള ഏജൻസികൾക്ക് ഇനി സ്വമേധയാ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ പ്രമോദ് പറയുന്നത്, ഈ പ്രമോദിന്റെ വാക്കുകൾ കേട്ടാൽ പ്രമോദ് പറയാൻ തന്നെ ഈ വിഷയത്തിൽ കുടുക്കിയതാണ്. അതിന് മറ്റു ചില സാഹചര്യങ്ങൾ പാർട്ടിയിൽ നേരത്തെ ഉരുത്തിരിഞ്ഞു വന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിനെ മറ്റ് പല വ്യാഖ്യാനങ്ങൾ നൽകി പാർട്ടി അതിന്റെ സമയത്ത് പ്രയോഗിക്കുന്നു. ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്, ആരൊക്കെയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് തുറന്നു പറയും. മറ്റ് പല കാര്യങ്ങളിലും വെല്ലുവിളികൾ നടത്തുമ്പോൾ അത്ര ധൈര്യത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ പരാതിക്കാരന്റെ വീട്ടിലടക്കം നിരാഹാരം ഇരിക്കാനുള്ള ശ്രമമൊക്കെ എത്രത്തോളം ഈ പ്രമോദിന്റെ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് എന്നുള്ളതാണ്. തീർച്ചയായും പ്രമോദ് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് താൻ ഒരിക്കലും 1 രൂപ പോലും ഈ പരാതിക്കാരിൽ നിന്നും കൈപ്പറ്റിയില്ല. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഏതാണ്ട് അത് സാധൂകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നത്. കാരണം പ്രമോദ് നേരിട്ട് പണം വാങ്ങിയില്ല. മറ്റൊരാൾ, ഒരു പ്രാദേശിക BJP പ്രവർത്തകൻ എന്ന
പേരുള്ള ഒരാൾ, അയാളുടെ പേര് ഇനിയും നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തു പറയാൻ കഴിയുമെങ്കിലും അത്തരം ഒരാളുടെ പേരിലേക്കാണ് കുറ്റങ്ങൾ ആരോപിക്കുന്നത്. 20 ലക്ഷം രൂപയുടെ ചെക്ക് ഈ പ്രാദേശിക BJP നേതാവായിരുന്ന ആൾക്ക് കൈമാറുന്നു. അവിടെ നിന്നും പണമായി കോട്ടുളിക്ക് കൈമാറുന്നു. അതുകൊണ്ട് നേരിട്ട് ഈ പരാതിക്കാരനായ ശ്രീജിത്തും പ്രമോദും തമ്മിൽ യാതൊരു ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്നത് പ്രമോദിന് കൃത്യമായി സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് പാർട്ടി കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളതും. പ്രമോദ് നേരിട്ട് പണം വാങ്ങിയിട്ടില്ല എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഇത്തരമൊരു ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും താൻ നേരിട്ട് അയാളുടെ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാവും കൃത്യമായി ഈ സത്യാഗ്രഹവുമായി അങ്ങോട്ട് പോകുന്നതും. ഇനി പണമൊക്കെ മടക്കി നൽകി ഒരു ധാരണയിലെത്തി എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് അത്തരമൊരു ധാരണയുടെ പുറത്താണോ ഈ ശ്രീജിത്ത് ഇനി പറഞ്ഞാൽ മതി താൻ ഇത്തരമൊരു പണം നൽകിയിട്ടില്ല, ഇത്തരമൊരു കാര്യത്തിനായി പ്രമോദിനെ സമീപിച്ചിട്ടില്ല, ഈ മറിച്ച് അന്തരീക്ഷത്തിൽ ഉയരുന്ന വാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രമോദിന് കൂടുതൽ തന്റെ ഭാഗങ്ങൾ ന്യായമാണ്, പാർട്ടി തനിക്കെതിരെ എടുത്തത് അന്യായമായ നടപടിയാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാട് പ്രമോദിനുണ്ട് എന്നുള്ളതും തെളിയിക്കേണ്ട ബാധ്യത പാർട്ടിക്കായി മാറുകയാണ്. വെല്ലുവിളിക്കുന്നു പ്രമോദ്, കോഴിക്കോട്ട് എവിടെയെങ്കിലും അത്തരം സംഗതികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തെളിവ് വേണമെന്ന തരത്തിൽ. അപ്പോൾ അത്തരത്തിലൊരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം അല്ലേ അനീഷ്? തീർച്ചയായും അത്തരമൊരു നടപടി തുടരുക. അഡ്വക്കേറ്റ് S. ജയശങ്കർ ടെലിഫോണിലായിരുന്നു. ജയശങ്കർ, ഏത് രീതിയിലാണ് CPM-നെ പ്രമോദ് കോട്ടുളി പ്രതിസന്ധിയിലാക്കുന്നത്? പ്രമോദ് കോട്ടുളിയേക്കാൾ ഉപരിയായിട്ട് CPM-ന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വം ഒരു വലിയ പരിധിവരെ സംസ്ഥാന നേതൃത്വവും പ്രതിക്കൂട്ടിലാകുന്ന ഒരു വിഷയമാണിത്. കാരണം എന്താ വെച്ചാൽ പ്രമോദ് കോട്ടുളി എന്ന് പറഞ്ഞ ഒരാൾക്ക് സ്വന്തം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരാളെ അംഗമാക്കാൻ പറ്റിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രമോദ് കോട്ടുളി ആവശ്യപ്പെട്ടാൽ പൈസ കൊടുക്കാനായിട്ട് ഈ നാട്ടിൽ ഒരാളും തയ്യാറാകുകയില്ല. പക്ഷെ അദ്ദേഹത്തിന് സമുന്നത നേതാക്കന്മാരുമായിട്ട് വലിയ അടുപ്പമുണ്ട്. പ്രത്യേകിച്ച് എളമര കരീമുമായിട്ട് വലിയ അടുപ്പമുണ്ട്. PM മുഹമ്മദ് റിയാസുമായിട്ട് വലിയ അടുപ്പമുണ്ട്. മോഹനൻ മാസ്റ്ററുമായിട്ട് വലിയ അടുപ്പമുണ്ട്. അപ്പൊ ഈ 3 പേരുടെ മേൽവിലാസം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ 60 ലക്ഷത്തിന് കച്ചവടം ഓർക്കുന്നത്. കച്ചവടം നടന്നില്ല എന്നുള്ളതാണ് അതിന്റെ പരാധീനത ഉണ്ടായത്. കച്ചവടം നടക്കുകയും 22 ലക്ഷം കഴിച്ച് ബാക്കി പൈസ കൊടുക്കുകയും ചെയ്തെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇങ്ങനെ ഒരാൾ അംഗമാകുമായിരുന്നു എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആ കാശ് മുതലാക്കാൻ വേണ്ടി ആ മാന്യദേഹം ഏത് രീതിയിൽ പെരുമാറുമായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. മറ്റൊക്കെ CPM-ന്റെ ആഭ്യന്തര രാഷ്ട്രീയം എന്ന് വിചാരിക്കാം. പക്ഷെ ഇങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലെ ഈ നാട്ടിലെ യുവാക്കളുടെയും യുവതികളുടെയും ഒരു ആശാകേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ നിയമനം നൽകാമെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ അത് വലിയൊരു രാഷ്ട്രീയവും ധാർമ്മികവുമായ പ്രതിസന്ധിയിൽ CPM-നെ എത്തിച്ചിരിക്കുന്നു. ഇപ്പൊ ഈ പ്രമോദ് കോട്ടുളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ, ഇതാണ് ഈ പാർട്ടി. ഇത് വ്യത്യസ്തമായ പാർട്ടിയാണ്. കോൺഗ്രസ് ആണെങ്കിൽ പുറത്താക്കുവോ, ലീഗാണെങ്കിൽ പുറത്താക്കുവോ, BJP ആണെങ്കിൽ പുറത്താക്കുവോ എന്നൊക്കെ വേണമെങ്കിൽ CPM നേതാക്കന്മാർക്ക് നാളെ മേനിനടിക്കാം. അവരങ്ങനെ പറയുമ്പോൾ ഇത് വ്യത്യസ്തമായ പാർട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ അപഹാസ്യരാകുകയല്ലേ. ഇത് കോൺഗ്രസ്സുകാരോ ലീഗുകാരോ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരോ ഈ പേര് പറഞ്ഞ് പണം കൈപ്പറ്റിയതായിട്ട് എന്തെങ്കിലും ആരോപണം ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഈ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച്, പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാരിനെ കുറിച്ച് ഇത് എത്രാമത്തെ ആരോപണം ഒന്ന് ആലോചിച്ച് നോക്കൂ. NCP-യിൽ ഇതേ സംഭവം തന്നെ ഉണ്ടായില്ലേ? അതുപോലെ ഇന്ത്യൻ നാഷണൽ ലീഗിൽ PSC മെമ്പർ സ്ഥാനം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ നേതാക്കന്മാരും അനുയായികളും നട റോഡിൽ അടിയുണ്ടാക്കി എറണാകുളത്ത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടത്. CPM-ന്റെ മാത്രമല്ല, ഇടതുപക്ഷ സർക്കാരിന്റെ മൊത്തത്തിൽ പ്രതിച്ഛായയെ ഭയാനകമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല തിരുത്തുന്നു പറയുമ്പോൾ ഇവിടെ നടക്കുന്ന തെറ്റുതിരുത്തലിന്റെ രീതി ഇതാണ്. ഇയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയാൽ തീരുന്ന പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ലല്ലോ, എത്രയോ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് പാർട്ടിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഈ നാട്ടിലെ യുവാക്കളുടെ ആശാകേന്ദ്രമായിരിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ സ്ഥാപനത്തെ, ഒരു ഭരണഘടനാ സ്ഥാപനത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു വിഷയമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിന് തീർച്ചയായിട്ടും പാർട്ടി മറുപടി കൊണ്ടുവരും. ഈ പ്രമോദ് കോട്ടുളി എന്ന് പറഞ്ഞ ആളെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് നടന്ന PM മുഹമ്മദ് റിയാസും മോഹനൻ മാസ്റ്ററും എളമരം കരീമും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇതിന് ഉത്തരം പറയേണ്ടവർക്ക് വരും. അല്ലാണ്ട് വെറുതെ ഒരു പ്രമോദ് കോട്ടുളിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തേക്കെന്ന് വെച്ചാൽ അയാളുടെ റേഷൻ കാർഡൊന്നും ഇല്ലാണ്ടാവാൻ പോകുന്നില്ലല്ലോ. ശരി, ഒന്നും സംഭവിക്കില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഇതിനേക്കാൾ കൂടിയ പദവിയിൽ, ഇതിനേക്കാൾ ഉയർന്ന കമ്മിറ്റിയിൽ തിരിച്ചു വരും. നമുക്കറിയാം, അതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും തട്ടിപ്പ് മാത്രം. നന്ദി ശ്രീ ജയശങ്കർ. ശ്രീ എ. സജീവൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എ. സജീവൻ,
ഇന്ന് പ്രമോദ് കോട്ടുളി വെല്ലുവിളി ഉയർത്തുകയാണ്. തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ, തന്നെ പുറത്താക്കാൻ ആധാരമായ കാരണങ്ങൾ തെളിയിക്കണം. താൻ കോഴിക്കോട് നഗരത്തിൽ എവിടെയെങ്കിലും റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ തരത്തിൽ തെളിവ് മുന്നോട്ട് വെക്കണമെന്ന്. ഏത് തരത്തിലാണ് CPM ഇതിനെ കാണേണ്ടത്? ഒപ്പം എന്ത് വെല്ലുവിളിയാണ് ഇയാൾ പാർട്ടിക്ക് ഉയർത്തുന്നത്? സ്വാഭാവികമായിട്ട് ഇത്തരം നടപടികൾ എടുക്കുമ്പോൾ എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യം താൻ നിരപരാധിയാണ് എന്നാണ്. പ്രമോദ് അപരാധിയാണോ നിരപരാധിയാണോ എന്ന് നമുക്കറിയില്ല. പ്രമോദിനെതിരെ നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് പാർട്ടി പറയുന്നുമില്ല. കാരണം അത് തെളിയിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം പരാതിക്കാരനോ പരാതിക്കാരിയോ വേണം. ആ പരാതിക്കാരനും പരാതിക്കാരിയും ഇതിൽ വരാൻ സാധ്യതയില്ല. കാരണം നമ്മളെല്ലാവരും കേട്ടതുപോലെ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ് ഇതിൽ വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരാതി ഉണ്ടാവില്ല. അത് വെച്ചുകൊണ്ട് പ്രമോദിനെതിരെ നടപടിയെടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിൽ നടപടിക്കായിട്ട് ആവശ്യപ്പെടുക എന്ന് പറയുന്നത് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് കൂടുതൽ ഗുരുതരമായ കാര്യങ്ങളിലേക്ക് പോകും. എല്ലാവരും പറയുന്ന പോലെ നമുക്കറിയാം, ഇതൊരു പ്രമോദിന്റെ പ്രശ്നം മാത്രമായിട്ടല്ല, ഇതില് അതിനേക്കാൾ കൂടിയ നേതാക്കന്മാർ തമ്മിലുള്ള കുടിപ്പകയുടെ മറ്റും പ്രശ്നം ഉണ്ട്. സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രശ്നം പുറത്തു വന്നപ്പോൾ, ഇങ്ങനെ കാശ് വാങ്ങി എന്ന രീതിയിൽ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ അത് ഉന്നയിച്ചിട്ടുള്ളത് പുറമെയുള്ള ആളുകളൊന്നുമല്ല, പാർട്ടിയുടെ അകത്തു നിന്ന് തന്നെയാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഈ പരാതി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അന്വേഷിക്കണം എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോ CPM-നകത്ത് തെറ്റുതിരുത്തലിനെ കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്യാത്ത ആളുകളാണ് പൂർണ്ണമായിട്ടുള്ള പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റില്ല. കാരണം വ്യക്തികൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യാം. അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഇത്തരത്തിലൊരു ഒരു പരാതി ഉണ്ടാകുന്നു. ആ പരാതി പോലീസിലേക്ക് പോകുക എന്ന് പറയുന്നത്, പോലീസിന്റെ സംവിധാനത്തിലേക്ക് പോകണമെങ്കിൽ അത് വേറെ രീതിയിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരാതിക്കാരനോ പരാതിക്കാരിയോ ഒക്കെ വേണം. അപ്പൊ കാശ് കൊടുത്തു എന്ന് പറയുന്നത്, കൈക്കൂലി കൊടുക്കുക എന്ന് പറയുന്നതും തെറ്റായതുകൊണ്ട് അവർക്ക് അതിന് ഭവിഷ്യത്ത് ഉണ്ടാകുന്നത് അവർ തയ്യാറാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കാശ് കിട്ടുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതേ സമയത്ത് പാർട്ടിയിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ തടയാൻ വേണ്ടിയിട്ട് നടപടിയെടുക്കുക എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലനിൽപ്പിന്, അതിന്റെ വിശ്വാസ്യതയ്ക്ക് അനിവാര്യമായ കാര്യം. നമുക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പോലും ഈ പറയുന്ന കോട്ടൂളി ലോക്കലിൽ പെടുന്ന ആളുകളും അതിന്റെ ഏരിയ പരിധിയിൽ പെടുന്ന ആളുകൾക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി വ്യക്തതയുണ്ട്. അപ്പൊ ആ വ്യക്തത ഉള്ളത് കൊണ്ട് തന്നെ അവര് ഒരു നടപടികളിലേക്ക് പാർട്ടി പോയില്ലെങ്കിൽ ഒതുക്കി തീർക്കുന്നതാണെന്ന് ഒരു തോന്നലുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടി ഏതെങ്കിലും തരത്തിൽ നടപടികളിലേക്ക് പോകും. ഇപ്പോൾ ഞാൻ പറയുന്നത്, പ്രമോദ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പ്രമോദ് കാശ് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇത് ശരിയായ രൂപത്തിൽ അന്വേഷിക്കണം. ശരിക്കും വേണ്ടത്, അത് പാർട്ടിക്ക് ദോഷം ചെയ്താലും ഗുണം ചെയ്താലും ഒക്കെ, ഇത് ഒരു പോലീസ് അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ വാങ്ങി, എത്ര വാങ്ങി, ആരോടൊക്കെ വാങ്ങി, ഇതല്ലാതെ വേറെയും ആളുകളടുത്ത് കാശ് വാങ്ങിയിട്ടുണ്ടോ, വാങ്ങിയിട്ടില്ല, ഇത് പ്രമോദിനെതിരെ തെറ്റായ രൂപത്തിൽ കൊണ്ടുവന്ന ആരോപണമാണോ എന്നുള്ളതൊക്കെ പുറത്തു വരും. അപ്പൊ അതിലേക്കാണ് കാര്യങ്ങൾ ശരിക്കും പോകേണ്ടത്. അതോടുകൂടിയിട്ട് ഏത് സംഭവത്തിലും ഒരു നിയമപരമായ പരിഹാരം ഉണ്ടാകണം. രാഷ്ട്രീയമായ പരിഹാരമാണ് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ആ രാഷ്ട്രീയ പരിഹാരം പോരാ, നിയമപരമായ പരിഹാരത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൂടി ഉണ്ടാവുമ്പോഴേ കുറെ കൂടി വിശ്വാസ്യത, പ്രവർത്തനങ്ങളിലെ സുതാര്യത എന്ന് പറയുന്നത് ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും. നന്ദി ശ്രീ സജീവൻ ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അഭിജിത്ത്, യൂത്ത് കോൺഗ്രസ് ശ്രീ അഭിജിത്ത് കൂടി ടെലിഫോൺ ലൈനോട്. ശ്രീ അഭിജിത്ത്, ഇവിടെ പ്രമോദ് കോട്ടുളി റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ പങ്കാളിയാണ് എന്നുള്ള ആരോപണത്തിന്റെ പുറത്താണ് ഈ പാർട്ടിയിൽ നിന്നുള്ള അദ്ദേഹത്തെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. PSC കോഴ ആരോപണത്തിൽ ഒരു വ്യക്തത പാർട്ടി വരുത്തുന്നില്ല. അങ്ങനെ ഒരു സംഗതി ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നുമില്ല. എന്തായിരിക്കും ഈ വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു ഡിഫൻസ്? അല്ല, നമ്മള് ചില സിനിമകളിലൊക്കെ കാണാറുണ്ട്, പ്രധാനപ്പെട്ട വില്ലന്മാർ മാളത്തിൽ ഉള്ളിൽ കിടക്കുമ്പോഴും അവർ ചെയ്ത കുറ്റത്തിന് വേണ്ടി ചിലപ്പോ തങ്ങളുടെ അനുഭാവികളെ, അനുയായികളൊക്കെ വിട്ടുകൊടുക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. ഇപ്പൊ നമ്മളും അങ്ങനെയൊക്കെ സംശയിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമുക്ക് തന്നെ അറിയാലോ, ഇങ്ങനെ വലിയ PSC മെമ്പറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ കോഴപ്പാട് വന്നപ്പോ അതിനെയൊക്കെ ആദ്യഘട്ടങ്ങളിൽ അതിനെതിരെ മിണ്ടാൻ തയ്യാറാകാതെ അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു CPM-നെ നമ്മൾ കണ്ടു. പാർട്ടി തിരുത്തുമെന്ന് പറഞ്ഞ് ഒരുപക്ഷെ AK ബാലന്റെ ഭാഷയിൽ കൂതലിച്ചു പോയ ഒരു പാർട്ടി പിന്നീട് പ്രതിരോധം തീർക്കുന്നതാണ് നമ്മൾ കണ്ടത്. പാർട്ടി സെക്രട്ടറി അടക്കം മാധ്യമ പ്രവർത്തകരെയൊക്കെ വെല്ലുവിളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല.
അങ്ങനെ ഒരു കാര്യവുമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് എല്ലാ പ്രതിരോധത്തിന്റെ വൻമതിലുകൾ തീർക്കപ്പെട്ടിടത്ത് നിന്നാണ് ആ പ്രതിരോധങ്ങളൊക്കെ ദുർബലമാണ് എന്ന് CPM തന്നെ തെളിയിക്കുന്നത്. എന്തെല്ലാമോ നടന്നിട്ടുണ്ട്. PSC അംഗത്വ നിയമനവുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അവിഹിതമായ പല പണ ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് പ്രമോദ് കോട്ടൂളി എന്ന CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം, അത് വെറുതെ ഏരിയ കമ്മിറ്റി അംഗം അല്ലെന്നേ, DYFIയുടെ സമന്വിതനായ ജില്ലാ നേതാവായി CPMന്റെ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖമായ കോഴിക്കോട് നഗരത്തിലെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയെ മാറ്റി നിർത്തണമെങ്കിൽ ഇപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹമല്ല എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാദം വേണമെങ്കിൽ മുഖവിലേക്ക് എടുത്താൽ അദ്ദേഹത്തെക്കാൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് മറ്റാരൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇനി അതല്ല അദ്ദേഹം തന്നെയാണെങ്കിൽ പോലും വലിയ ഇടപെടലുകൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണല്ലോ. ഒരു ഇടപെടലും ഇല്ലാതെ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഒരു പാർട്ടി കടക്കണമെന്നാലും വിശ്വസിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. ഗുരുതരമായ സാമ്പത്തിക ഇടപാട്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു മാഫിയ സംഘമായി മാറി എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് PSC മെമ്പർ സ്ഥാനം അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട് എന്ന് തെളിയുകയാണ്. വലിയ രീതിയിലുള്ള അട്ടിമറികൾ, വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ ഇവിടെ നടക്കുന്നു. CPM ഒരിക്കൽ കൂടി ഒരു മാഫിയ പ്രവർത്തനത്തിനാണ് ഈ അടുത്ത കാലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നതെന്ന് തെളിയിക്കപ്പെടുകയാണത്. ജില്ലാ CPM സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി സ്വീകരിക്കപ്പെട്ടുവെങ്കിൽ അത് കൃത്യമായി നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള ചില നടപടികളെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി എന്തായാലും ദുർബലമായ വാദങ്ങൾ ഉന്നയിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ CPMന് സാധിക്കില്ല. മറുപടി പറയുന്നത് CPM ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇനിയെങ്കിലും വാറിൽ പഴം തിരികെ വെച്ചിരിക്കുന്ന പോലീസ് ആ മൗനം വെടിയണം. കേരളത്തിന്റെ പോലീസ് പിണറായി വിജയന്റെയോ CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെയോ ഫണ്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നവരല്ല. കേരളത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ കീഴിലാണ് പോലീസ് എന്നുള്ള ധാരണ പോലീസുകാർക്കുണ്ട്. അതുകൊണ്ടാണ് കൊടിയ അഴിമതി നടന്നിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാനോ ഇടപെടാനോ കഴിയാത്ത കേവലം കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത്തരം നടപടികൾ മാറുകയാണ്. അടിയന്തരമായി അത്തരം നടപടി തിരുത്താൻ, പുനഃപരിശോധനകൾക്ക് നേതൃത്വം കൊടുക്കാൻ പോലീസ് തയ്യാറാകണം. കേസെടുക്കാൻ, കൊടിയ അഴിമതി നടന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ കേസെടുത്ത് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോലീസ് സംവിധാനം തയ്യാറാകണം. ശരി, നന്ദി ശ്രീ അഭിജിത്ത്. ശ്രീ PK ഫിറോസ് കൂടി ടെലിഫോണിലുണ്ട്. ശ്രീ PK ഫിറോസ്, ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ നടപടി സ്വീകരിച്ചു, ജില്ലാ കമ്മിറ്റി ചേർന്ന് ഈ അംഗത്തെ പുറത്താക്കി. അവിടെയല്ലേ പാർട്ടിക്ക് അങ്ങനെയും പറഞ്ഞു നിൽക്കാമല്ലോ, ആരോപണം ആൾക്കെതിരെ നടപടിയെടുത്ത പാർട്ടി എന്ന നിലയിൽ? ഇല്ല, അങ്ങനെയൊന്നും അല്ലല്ലോ. ഈ വിഷയം പുറത്തു വന്നപ്പോ നേരത്തെ തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഒരു മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആ മിനി ക്യാബിനറ്റിലെ ഒരു അംഗമായ പ്രമോദ് കോട്ടൂളിയാണ് PSC അംഗമായിട്ട് ഒരാളെ നിയമിക്കാൻ വേണ്ടി 60 ലക്ഷം രൂപ കോഴ വാങ്ങിയത് എന്നും ആരോപണം ഉന്നയിച്ച സമയത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ സ്വീകരിച്ചത് അത്തരം ഒരു ആരോപണത്തിന് അടിസ്ഥാനമില്ല എന്ന നിലക്കാണ്. പക്ഷെ അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു, പ്രമോദ് കോട്ടൂളി എന്ന വ്യക്തിക്കെതിരെ മാത്രം നടപടിയെടുത്ത് ഈ വിഷയത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് CPM നടത്തുന്നത്. പ്രമോദ് കോട്ടൂളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വലയിലെ ഒരു ചെറിയ പരൽമീൻ മാത്രമാണ്. വമ്പൻ സ്രാവുകൾ വേറെയുണ്ട്. ആ വമ്പൻ സ്രാവുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പോ പ്രമോദ് കോട്ടൂളിയെ മാത്രം ബലിയാടാക്കി ഈ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് CPM ശ്രമിക്കുന്നത്. ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം, PSC അംഗം പോലെയുള്ള വലിയ ഒരു പദവി, ഭരണഘടനാ പദവി പ്രമോദ് കോട്ടൂളിയെ പോലെയുള്ള ഒരാൾ വിചാരിച്ചാൽ മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പം പ്രമോദ് കോട്ടൂളിക്ക് ഇത്രയും വലിയ തുക കൊടുക്കണമെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ടാവണം. മാത്രമല്ല, കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന പല ഇടപാടുകളും, കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളാവട്ടെ, കോഴിക്കോട്ടെ വലിയ ബിൽഡിങ്ങുകൾക്ക് നമ്പർ കൊടുക്കുന്നതാവട്ടെ, ഇതെല്ലാം കോഴിക്കോട്ടെ ഈ മിനി ക്യാബിനറ്റ് ആണ് അതിന്റെ എല്ലാം തീരുമാനങ്ങളിലേക്ക്, അതിന്റെ എല്ലാം തീർപ്പുകളിലേക്കും എത്തിക്കുന്നത്. അപ്പൊ ഈ മിനി ക്യാബിനറ്റിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി അതിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും പുറത്തു വരും. നിർഭാഗ്യവശാൽ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിറോസ്, ഇപ്പോൾ പ്രമോദ് കോട്ടൂളി സംസാരിക്കുന്നു. ഒരു കാരണവശാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാരണവശാലും എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണത്. അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഒരു കോഴ വിവാദം ഉണ്ടായാൽ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ? അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോവുക. യഥാർത്ഥമായ വിഷയം എന്ത് ചെയ്തിട്ടില്ല, യഥാർത്ഥമായ വിഷയം പുറത്തു വരട്ടെ. എന്താ നോക്കാം നമുക്ക്. പ്രമോദ് കോട്ടൂളിയും അമ്മയും ഈ ആരോപണം ഉന്നയിച്ചു, അതായത് കോഴ നൽകി എന്ന് ആരോപണം ഉയർന്ന ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറാൻ എന്താണ് ഇപ്പോൾ പെട്ടെന്നൊരു കാരണം? ഈ ശ്രീജിത്ത് എന്നുള്ള പേര് എവിടുന്ന് വന്നു? പാർട്ടി പറഞ്ഞിരുന്നു ഇതിന്റെ അമ്മയാണ്.
എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത്രേ ഉള്ളൂ. ഈ പാർട്ടി ഒരു നടപടി എന്ന കാര്യം അറിയിച്ചിട്ടുണ്ടോ? അതായത് അനീഷേട്ടനല്ലേ, അനീഷേട്ടൻ നമ്മൾ ആദ്യം നമ്മൾ ജനിക്കുകയാണ്, മകനായിട്ടാണ് നമ്മൾ എല്ലാം ആവുന്നത്. ആ ജനിച്ച അമ്മയോട് കാണിക്കേണ്ട നീതിൻ്റെ അപ്പുറത്ത് വേറൊരു നീതി കാണിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? 22 ലക്ഷത്തിന്റെ അഴിമതിക്കാരനാണ് ഞാൻ ഇരിക്കുന്നത്. ആ 22 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഇവിടുത്തെ ചോദ്യമുള്ളൂ, വേറെ ഇല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവരമ്മയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു മകന്റെ ഉത്തരവാദിത്വം, ഒരു മകൻ, ആ മകന്റെ ഉത്തരവാദിത്വമാണ് അമ്മയുടെ മുന്നിൽ അയാൾ കളങ്കിതനല്ല എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വം. അത്രേ ഉള്ളൂ. ഈ പാർട്ടി ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് ചേർന്നിരുന്നു, അക്കാര്യം അറിയിച്ചിരുന്നു? ഇല്ല, അറിയിച്ചില്ല. ഏരിയ കമ്മിറ്റി യോഗം ചേർന്നായിട്ട് അറിഞ്ഞോ? അല്ല, ഞാൻ രാവിലെ വിളിക്കുമ്പോൾ ഏരിയ കമ്മിറ്റി യോഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അവിടെ നടത്താൻ പോകുന്നു പറഞ്ഞു. താങ്കൾ പറഞ്ഞത് എന്നെ അറിയിച്ചിരുന്നില്ല. എന്നെ അറിയിച്ചിരുന്നില്ലല്ലോ, ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ല. ഇങ്ങനെ ഒരു നടപടി ഉള്ളതായിട്ട് ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞില്ല. ഏരിയ സെക്രട്ടറിയോ ലോക്കൽ അങ്ങനെ ആരും ഘടകത്തിൽ ഇവിടെ വന്നിട്ടില്ല. ഇപ്പൊ മറ്റൊരു കാരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആരാണ് താങ്കൾക്കെതിരെ പ്രമോദെ പരാതി നൽകിയത്? അത് വലിയ ബോധ്യമുണ്ടോ? ശ്രീജിത്താണോ പരാതി നൽകിയത്? ഈ പരാതി നൽകിയതിനെ പറ്റി ഇതുവരെ ഔദ്യോഗികമായിട്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എല്ലാ ചാനലിനകത്തും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പരാതി ഇല്ല, പരാതി കൊടുത്തിട്ടില്ല. അപ്പൊ ആരാണോ പരാതിക്കാരെന്നുള്ളത് എന്നോട് പറയണ്ടേ? എന്നോട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി ഇന്ന ആൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണ്ടേ? ആ പരാതി ആളുടെ പേര് അറിയട്ടെ, ആരാണ് പേര് കൊടുത്തത്? ആ പരാതിക്ക് പിന്നിൽ പാർട്ടിക്കാർക്ക് പങ്കുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു സഖാവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് പാർട്ടിക്ക്, അല്ലേ? ആ സഖാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് 100% ഉറപ്പായാൽ അയാൾ തിരുത്തൽ നടപടിക്ക് വിധേയമാകണം. അയാളെ പാർട്ടി എന്ത് ചെയ്യണം? ആ തിരുത്തൽ നടപടി അയാളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര പൈസ വാങ്ങിച്ചു അല്ലെങ്കിൽ ഇന്നത് ചെയ്തു എന്ന് കൃത്യമായ തെളിവോടുകൂടി പറയണം, വേണ്ടേ? ആ തെളിവോടുകൂടി വരട്ടെ. ആ തെളിവാണ് ഞാൻ കാത്തിരിക്കുന്നത്. താങ്കളുടെ ഒരു കാലത്ത് അടുത്ത സഖാവാണ് ഇപ്പോഴും മന്ത്രി മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തെ ഈ വിഷയം സംസാരിച്ചിരുന്നോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മുഹമ്മദ് റിയാസ് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു ഏട്ടനെ പോലെയാണ്. നമ്മുടെ ഒരു സഹോദര തുല്യനായിട്ടുള്ള ഒരാളാണ്. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ ഒരിക്കലും എന്തില്ല, കശാപ്പ് ചെയ്യില്ല. സഹോദരനാണ്. അങ്ങനെ മുഹമ്മദ് റിയാസ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും മനസ്സിലാക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഈ മറ്റ് ചില ഇടപാടുകൾ പ്രമോദിനുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നവർ. റിയൽ എസ്റ്റേറ്റ് തരമായി അങ്ങനെ എന്തെങ്കിലും ഇടപെടലുകളോ കച്ചവടങ്ങളോ ഭൂമി വസ്തുക്കളോ? ഒരു സഹകരിക്കണം. ഇനി ഇന്നത്തെ പോട്ടെ ഞങ്ങളൊന്ന് പാർട്ടി ഓഫീസ് നടത്താനൊന്ന് സഹകരിക്കണം. നിങ്ങളോട് വേറൊന്ന് പറഞ്ഞുകൂടാലോ, ചിരിച്ചുകൊണ്ടാ പറയുന്നത്. അത് നിങ്ങള് ഇതുമായി ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ അതുപോലെ കേരളത്തിലെ പ്രതിപക്ഷങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയക്കാരും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കോലാഹലങ്ങൾ മാത്രമാണ്. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്നത് ഞങ്ങളുടെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും അതുപോലെ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് KV പ്രമോദിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സംഘടനാപരമായ ഞങ്ങളുടെ രീതി അനുസരിച്ച്, ഞങ്ങളുടെ പാർട്ടി ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് ഞങ്ങളത് പരിശോധിച്ചു. അങ്ങനെ പാർട്ടിയുടെ സൽപ്പേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ കാര്യം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ സഖാവിന്റെ ഘടകമായ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഞങ്ങളത് വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളും പിന്നെ ഈ കൊടുത്തിട്ടുള്ള കോലാഹലങ്ങൾ പോലെയൊന്നല്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകകണ്ഠമായി ഏകമനസ്സാലെ
കൈക്കൊണ്ടിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. അനീഷ്, ഇത് ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്താണ്? അതായത് ഇപ്പോഴും പറയുകയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ, സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് എന്ന് മാത്രമാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. അല്ല, എന്താണ് കാരണമെന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും പാർട്ടി ഭരണഘടന ലംഘിച്ചു അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സഖാവിന് ചേരേണ്ട രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇന്ന് ചേർന്ന പാർട്ടി നേതൃയോഗങ്ങൾ ഐക്യകണ്ഠേന ഈ കാര്യത്തിലൊരു തീരുമാനത്തിലെത്തി എന്നും പറയുന്നു. എന്താണ് കാരണം എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ വിശദീകരണം. നിങ്ങളുണ്ടാക്കുന്ന കോലാഹലമൊന്നുമല്ല ഈ നടപടികളിലേക്ക് നയിച്ചത്. നേരത്തെയും CPM ജില്ലാ സെക്രട്ടറി നൽകിയ വിശദീകരണങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലമാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പലതും. പക്ഷേ അത്തരം കോലാഹലങ്ങളൊന്നുമല്ല നടപടിക്ക് പിന്നിൽ. പാർട്ടി ഒരു പ്രവർത്തകൻ എന്ന രീതിയിലുള്ള ഭരണഘടന ലംഘിച്ചു, പാർട്ടി പ്രവർത്തകന് ചേരുന്ന പ്രവൃത്തിയല്ല ചെയ്തത്, അതുകൊണ്ട് നടപടി എടുത്തിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ പ്രമോദ് കോട്ടൂളിക്കെതിരെയുള്ള ആരോപണമായി പാർട്ടി പറയുന്നത്. അവിടെ PSC കോഴയുമായി ബന്ധപ്പെട്ട ആരോപണമില്ല, അവിടെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ വ്യക്തത വരുത്തുന്നില്ല. അപ്പോൾ എന്താണ് ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അത് പാർട്ടി വിശദമാക്കുന്നില്ല. വ്യക്തത വരുത്താതെയുള്ള ഒരു നടപടി സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യാനുള്ള ധാർമ്മികമായ ഒരു എന്താണ് പറയുക, അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് പ്രമോദ് കോട്ടൂളി എന്നാണ് മനസ്സിലാകുന്നത്. തന്നെ എന്തിൻ്റെ പേരിലാണ് പുറത്താക്കുന്നത്? കോഴ ആരോപണത്തിൻ്റെ പേരിലാണോ? അങ്ങനെയെങ്കിൽ കോഴ താൻ വാങ്ങി എന്ന് പറയുന്ന ശ്രീജിത്തിൻ്റെ വീടിന് മുന്നിൽ ഇത്തരത്തിൽ അമ്മയുമൊത്തുള്ള നിരാഹാരം ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ CPM ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രതിഷേധ സമരത്തിലാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പ്രമോദിൻ്റെ ഒരു മനസ്സിൽ എന്താണ്? ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആളുടെ വീടിന് മുന്നിലാണല്ലോ. ഈ ശ്രീജിത്ത് വീട്ടിലുണ്ടോ? അയാളുടെ പ്രതികരണം എടുക്കാൻ ആയിട്ടുണ്ടോ? എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം തന്നെ കേട്ട് താങ്കൾ മോഹൻ മാഷ് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? നടപടി വന്നിരിക്കുന്നത്, ഏരിയ കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് തോന്നുന്നത്? ഞാൻ ഇതുവരെ ഇതിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഒരു അഭിപ്രായം പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല. ഇന്ന് ഞാൻ പ്രമോദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ആ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണം പറയുന്നില്ല, അതാണ് കൃത്യമായിട്ട്. ഇനിയിപ്പോൾ താങ്കൾ പാർട്ടി അംഗമല്ല, ആർക്കെതിരെയാണ് താങ്കൾ ഈ സമരം ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് താങ്കൾ, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? പാർട്ടി അംഗമല്ലാത്ത കാര്യം പറയാം. പാർട്ടി അംഗമല്ലാത്ത പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും കാലമായിട്ട് ജീവിക്കുകയും അവരുടെ ജീവിതത്തിന്റെ ശ്വാസം പോലെ കൊണ്ടു നടന്നല്ലേ. അപ്പോൾ ഇനി ശ്വാസം വലിക്കേണ്ട എന്ന് പറയുമ്പോൾ അയാളത് മരണതുല്യമായിട്ട് കേൾക്കും. അപ്പോൾ എന്തിനാണ് നിങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചതെന്നുള്ളതിന്റെ ഉത്തരം അവസാനത്തെ തുള്ളി ആ ജീവൻ നിലനിൽക്കാൻ കൊടുക്കുമ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ പറയണം. ഒരു മനുഷ്യന്റെ ജീവനാണ്. ആ ജീവന് അവസാനത്തെ ശ്വാസത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവസാനത്തെ തുള്ളി ചുണ്ടിലിങ്ങനെ ഉറ്റിച്ചു കൊടുക്കും. ആ ഉറ്റിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച ഇനി മതി, ശ്വാസം അടച്ചേക്കും എന്ന് പറയുമ്പോൾ ആ അവസാനത്തെ തുള്ളി വെള്ളത്തിനകത്ത് എന്ത് ചെയ്യരുത്? വിഷം ചേർക്കാൻ പാടില്ല. വിഷം ചേർത്ത് കഴിഞ്ഞാൽ മരണപ്പെട്ടല്ലോ. അതായത് എൻ്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് പുറത്താക്കിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു എന്നാണ്. എൻ്റെ ജീവിതമാണ് പോയത്. ആ ജീവിതത്തിനകത്ത് ഇങ്ങനെയാണ് ഇയാൾ ചെയ്തത്. 22 ലക്ഷം രൂപ കോഴ പ്രമോദ് വാങ്ങിച്ചിട്ടുണ്ടോ? അത് ഈ സമൂഹത്തിനോട് പറയണം. പക്ഷെ അത് പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ കോലാഹലം കാരണമല്ല, അല്ലെങ്കിൽ ഈ കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നാണ് പറയുന്നത്. ഭരണഘടനാ പാർട്ടി ഭരണഘടന ലംഘിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പാർട്ടി അച്ചടക്കത്തിൽ നിരക്കാത്ത പ്രവർത്തനം നടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനം താങ്കൾ നടത്തിയിട്ടുണ്ടോ?
പാർട്ടി, അതായത് ഒരു സഖാവ് എന്ന നിലയ്ക്ക് എൻ്റെ അടുത്ത്, എൻ്റെ നാട്ടിനകത്തുള്ള എൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല, എതിരാളികളായ മനുഷ്യരും എതിർ പാർട്ടിക്കാരും എല്ലാ ആൾക്കാരും എൻ്റെ വീട്ടിനകത്ത് വരാറുണ്ട്, സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. ആ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവർ പറയുന്ന വിഷയം മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ മതം, ജാതി ഒന്നും നോക്കാറില്ല. എൻ്റെ വീടിന് ഗേറ്റില്ല. 24 മണിക്കൂർ എൻ്റെ വീട്ടിനകത്തേക്ക് പല കാര്യത്തിനും ആൾക്കാർ വരും. ആ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഞാൻ സഹായം നൽകിയിട്ടുണ്ടാകും. ആ സഹായം നൽകിയത് ഒരു സഖാവ് എന്ന നിലയ്ക്കാണ്, ഒരു മനുഷ്യനെ നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ സഹായം ഞാൻ നൽകിയിട്ടുണ്ടാകും. ആ സഹായം നൽകിയതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, സംഘടനാപരമായ വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതും പറയണ്ടേ? അത് അറിയണോ? ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാളെ നിങ്ങളെ ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത കുറ്റം എന്ന നിലയ്ക്ക് ഇങ്ങനെ വായിക്കില്ലേ? ആ വായിക്കണം. നിങ്ങൾ ഇന്ന കാര്യം ചെയ്തു, നിങ്ങൾ കോഴ നടത്തി, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അയാളെ സാമ്പത്തിക ഇടപാട് നടത്തി എന്ന് പറയുമ്പോൾ ഈ നാട്ടിനകത്ത് എന്തുണ്ടാവും? പുതിയ കാലത്ത് വാട്സപ്പ്, ഇമെയിൽ, സ്നാപ്ചാറ്റ്, മെസ്സേജ്, ഫോൺ കോളുകൾ, അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പൊ പറയുന്ന 22 ലക്ഷം കോഴയുടെ വർത്തമാനം ഏതെങ്കിലും ഒരു ഫോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോടോ പറഞ്ഞ സോളിഡ് പ്രൂഫ്, തെളിവ് കൊണ്ടുവരട്ടെ. എന്റെ ശബ്ദം ജില്ലാ കമ്മിറ്റിയും അതുപോലെ പാർട്ടിയും ബാധ്യസ്ഥരാണ് എന്നാണ് ഇപ്പൊ ചെയ്ത് നീതികേടായിട്ട് തോന്നുന്നു. ഒന്നും പറയാതെ പറയണ്ടേ? പറയണം. കാര്യം പറയുന്നില്ല, ഇപ്പോഴത്തെ നടപടിയിലും അക്കാര്യം പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല. കഴിഞ്ഞ 5 ദിവസമായിട്ട് കോഴിക്കോട്, കേരളത്തിലെ എല്ലാ മലയാള ദൃശ്യ മാധ്യമങ്ങൾക്കകത്തും പത്രത്താളുകൾക്കകത്തും PSC നിയമനത്തിന്റെ PSC അംഗത്തിന്റെ കോഴ 22 ലക്ഷം, PSC അംഗത്തിന്റെ കോഴ 22 ലക്ഷം രൂപ കോഴ കൈപ്പറ്റി എന്നാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കോഴ കൈപ്പറ്റിയിട്ടുണ്ടോ പ്രമോദ് എന്നുള്ളതാണ് ഈ ഒരൊറ്റ ചോദ്യമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ കോഴ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആര്, ആർക്ക്, എപ്പോൾ, എന്തിനു കൊടുത്തു അത് പറയണം. അപ്പൊ ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ ബലിയാടാക്കി തോന്നുന്നുണ്ടോ? ഞാനിപ്പോ എൻ്റെ വീട്ടിനകത്ത് വന്നിട്ട് ഈ നല്ലതുപോലെ ഇരിക്കുന്ന എൻ്റെ അമ്മയെ പിടിച്ചിട്ട് ഈ മഴ പെയ്യുമ്പോൾ ഇവിടെ കൊണ്ട് ഇരുത്തണമെങ്കിൽ അതിനൊരു സത്യാവസ്ഥ ഉണ്ടാവില്ലേ? ആ സത്യാവസ്ഥ വരണം, വരട്ടെ. ഈ അടുത്തൊരു കാലത്ത് നമ്മുടെ ചാരക്കേസിലെ നമ്പി നാരായണൻ വലിയ വാർത്തയായിരുന്നു. ഇപ്പം ഈ അടുത്താണ് അയാളെ കുറ്റവിമുക്തനാക്കിയത്. ഇപ്പം ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു മനുഷ്യനെ ഇങ്ങനെയാക്കുമ്പോൾ അയാൾ കട്ടിട്ടുണ്ടോ എന്ന് പറയണ്ടേ? അയാളൊരു കള്ളനാക്കി മാറ്റിയിരിക്കുകയാണ്. അയാൾ അഴിമതി നടത്തി, അയാൾ കോഴ വാങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ കോഴ വാങ്ങിയിട്ടുണ്ടോ? മുഖം വികൃതമാക്കിയിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ഒരു വാർത്ത അല്ലെങ്കിൽ എൻ്റെ പക്ഷത്തുനിന്ന് ഒരു വാർത്ത ഏതെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാൾ പരാതി പോലീസിൽ കൊടുത്തിട്ടുണ്ടോ? എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ? പറയണം. വിഷം പുരട്ടിയവർ മറുപടി പറയട്ടെ. ശ്രീത്തിന്റെ നമ്പർ ഉണ്ടോ? കല്ലുമുട്ടിയുടെ. ഏതായാലും പ്രമോദ് കോട്ടുള്ളി ഇപ്പോൾ അമ്മയുമൊത്ത് ബന്ധുക്കളുമൊത്താണ് എന്ന് മനസ്സിലാകുന്നു. ഇവിടെ ശ്രീജിത്തിന്റെ ഈ പണം നൽകി എന്ന ആരോപണം ഉയർന്ന ശ്രീജിത്തിന്റെ വീടിന് മുന്നിലുള്ള നിരാഹാരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ സമരാർത്ഥത്തിൽ ആദ്യത്തെ ഒരേടായിരിക്കും ഇത്തരത്തിലൊരു സമര പരിപാടി. പാർട്ടി CPM പോലെ ഒരു പാർട്ടി നടപടി സ്വീകരിക്കുന്നു. തൊട്ടുപുറകെ അതിൻ്റെ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തുന്ന പശ്ചാത്തലം കൂടി ഇതിനോടൊപ്പം ചേർത്ത് കാണണം. വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് CPM ചരിത്രത്തിൽ. കോഴിക്കോട്ടെ CPMനെ പ്രതിസന്ധിയിലായിക്കൊണ്ട് തന്നെയാണിത്. മറ്റു പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് പ്രമോദ് കോട്ടുള്ളി. പാർട്ടിക്കാർ തന്നെ തനിക്കെതിരെ
പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് തനിക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുകൂടി പ്രമോദ് പറയാതെ പറയുന്നുണ്ട്. അത് അവർ തെളിയിക്കട്ടെ, അവർ പറയട്ടെ, തനിക്കെതിരായ ആരോപണങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് വരട്ടെ എന്നും പ്രമോദ് കോട്ടുളി പറയുന്നു. അനീഷ്, ഇതെന്താണ് ഇന്ന് രാത്രി ആയാലും ഏത് സമയമായാലും ഇങ്ങനെ തരത്തിൽ സമരം തുടരുക അമ്മയ്ക്കൊപ്പം എന്നുള്ളതാണോ പ്രമോദിന്റെ ഇപ്പോഴത്തെ രീതി? അതോ ആരെങ്കിലും അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും തലത്തിൽ നടക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അങ്ങേയറ്റം അസാധാരണമായ ഒരു സമരത്തിനാണ് ഇതിപ്പോൾ ഇവിടം ഈ ചേവായൂർ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ നിൽക്കുന്നതായിരുന്നു ഈ പ്രമോദിനെതിരായ ആരോപണം. പക്ഷേ ആ ഘട്ടത്തിലും കൃത്യമായൊരു പേര് പൊതുമധ്യത്തിൽ ഈ ശ്രീജിത്ത് എന്നയാൾ ഈ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന എന്നൊരു രീതിയിലുള്ള ഒരു പ്രതികരണം അത് പരസ്യമായി വന്നിരുന്നില്ല. പക്ഷേ രഹസ്യമായി ആ പാർട്ടി വൃത്തങ്ങളിലും പുറത്തുമൊക്കെ ഇക്കാര്യം വളരെ സജീവമായി ചർച്ച ചെയ്യുന്നുമുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അപ്രതീക്ഷിതമായി അസാധാരണമായ ഒരു നീക്കമാണ് പ്രമോദ് ചെയ്തിരിക്കുന്നത്. കാരണം തൻ്റെ മേൽ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ താൻ കോഴ വാങ്ങിയെന്ന് പറയപ്പെടുന്ന ഇടത്തേക്ക് അദ്ദേഹം നേരിട്ട് വന്നിരിക്കുകയാണ്. പണം കൊടുത്തത് ആരാണ്, ആർക്കാണ് പണം കൊടുത്തത്, എന്നാണ് പണം കൊടുത്തത്, എവിടെ വെച്ചാണ് പണം കൊടുത്തത് എന്നീ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കണം. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ പറയണം. തൻ്റെ പ്രായമായ അമ്മയെ ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കണം, തന്നോട് വിശ്വസിക്കുന്ന ആളുകളെ ഇക്കാര്യം ബോധിപ്പിക്കണം എന്ന കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യങ്ങളിലൊന്നും കൃത്യമായൊരു വിശദീകരണം ആ പാർട്ടി ഒരു ഘട്ടത്തിലും നൽകിയിരുന്നില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയാലും ജില്ലാ സെക്രട്ടറി ആയാലും ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അറിയില്ല, തനിക്ക് കാര്യം അറിയില്ല, ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം അല്ലെങ്കിൽ പാർട്ടി ആദ്യ സമയം മുതൽ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നത്. ഒപ്പം എന്നാൽ ഇങ്ങനൊരു പരാതി ഉണ്ട് എന്ന് പാർട്ടി നേതൃത്വത്തിൽപ്പെട്ട പലരും നമ്മളോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഒരു ദിനം മുഴുവൻ നീണ്ട നേതൃയോഗങ്ങളാണ് അവിടെ ചേർന്നത്. ആ നേതൃയോഗത്തിൽ ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും പിന്നീട് ജില്ലാ കമ്മിറ്റിയും അതിനൊടുവിൽ ഏരിയ കമ്മിറ്റി യോഗവും ചേർന്ന ശേഷമാണ് ഇത്തരത്തിൽ ഒരു പാർട്ടി ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. ആ സമയം തന്നെ പ്രമോദ് ഈ സമരവുമായി അല്ലെങ്കിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അങ്ങേയറ്റം അസാധാരണമായ ഒരു സാഹചര്യം CPM-ന്റെ കോഴിക്കോട് ഘടകത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രവർത്തകരിൽ ഒരാളായ വളരെ സജീവമായി ഇടപെടൽ ഈ യുവജന രാഷ്ട്രീയമായാലും വിദ്യാർത്ഥി രാഷ്ട്രീയമായാലും പിന്നീട് CPM-ന്റെ ഭാഗത്തു നിന്നൊക്കെ ആയാലും കൈക്കൊണ്ട ഒരു നേതാവാണ്. അപ്രതീക്ഷിതമായ ഒരു പ്രഹരമാണ്. കാരണം ഈ പാർട്ടി ഒരു നടപടി എടുക്കുമ്പോൾ ഇത്തരത്തിൽ പ്രമോദ് ഒരു വലിയ ആക്രമണ സ്വഭാവത്തിലേക്ക് നീങ്ങും എന്നൊരു കണക്കൂട്ടൽ ഒരു പക്ഷേ CPM-ന് ഉണ്ടായിരുന്നിരിക്കില്ല. ഇത്തരത്തിൽ ഈ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചെന്ന് പറയപ്പെടുന്ന ആളുടെ വീട്ടിലേക്ക് പ്രമോദ് അപ്രതീക്ഷിതമായി വരും എന്നൊരു കണക്കൂട്ടലും CPM-ന് ഉണ്ടായിരുന്നില്ല എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുമധ്യത്തിലേക്ക് ഈ ആരോപണങ്ങൾ വീണ്ടും വരികയാണ്. പൊതുജനങ്ങൾക്ക് ചർച്ചയാവാൻ വരുന്നു. ഒപ്പം പോലീസിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച ഒരു പരാതി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി നൽകിയിരുന്നു. ആ പരാതിയിൽ ഇന്നലെ ACP മൊഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോഴും ഈ പരാതിക്കാരനായ ആൾ ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അപ്പോഴും ഉണ്ടായിരുന്നില്ല. നമുക്കൊക്കെ അറിയാമെങ്കിൽ പോലും ഒരു പൊതുജന മധ്യത്തിലേക്ക് ആ പേർ വരികയും ചെയ്തിരുന്നില്ല. എന്തായാലും പോലീസ് അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക്, പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് ഇനി അന്വേഷിക്കുമ്പോൾ പരാതിക്കാരൻ ആര് അല്ലെങ്കിൽ ആരുടെ പേരിലാണ് ഇത്ര ഗൗരവതരമായ ആരോപണം ഉയർന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യേണ്ടി വരും. കൃത്യമായ അക്കാര്യങ്ങൾ നേരിടേണ്ടി വരും. അത്തരത്തിലൊരു നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും അക്കാര്യങ്ങൾക്കായി ഒരുങ്ങുന്ന പോലീസിന് മുമ്പിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരു ആയുധമായി മാറുന്നു. തുടരുകയാണ്. പ്രമോദ് കോട്ടുളിയുടെ അസാധാരണമായ സമരം അവിടെ കോഴിക്കോട് പുരോഗമിക്കുന്നു. തനിക്ക് പണം നൽകി എന്ന് പറഞ്ഞ ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ അമ്മയുമൊത്തുള്ള നിരാഹാരമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരണം. ഇതിനിടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടിയുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു. അസാധാരണമായ സാഹചര്യത്തിലൂടെ കോഴിക്കോട്ടെ CPM എന്ന പാർട്ടി കടന്നു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് അപ്ഡേറ്റ്സ് തുടരുകയാണ്. പ്രമോദ് കോട്ടുളി ഈ നടപടി അറിഞ്ഞ ശേഷം അല്പം മുമ്പാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ വാക്കുകളിലേക്ക്. പ്രമോദ് സൽപ്പേരിന് കളങ്കപ്പെടുത്തിയിട്ടെങ്കിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ആൾ ഇങ്ങനെ ഒരു സംവിധാനത്തിന് എൻ്റെ പ്രസ്ഥാനത്തിനെ മോശപ്പെടുത്താൻ ഒരു കാരണവശാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു കോഴ വിവാദം ഉണ്ടായാൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ?
അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോവുക. യഥാർത്ഥമായ വിഷയം എന്ത് ചെയ്തിട്ടില്ല, യഥാർത്ഥമായ വിഷയം പുറത്തു വരട്ടെ. ഇതിന്റെ അമ്മയാണ്, എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആദ്യം നമ്മൾ ജനിക്കുകയാണ്, മകനായിട്ടാണ് നമ്മളെല്ലാം ആവുന്നത്. ആ ജനിച്ച അമ്മയോട് കാണിക്കേണ്ട നീതിന്റെ അപ്പുറത്ത് വേറൊരു നീതി കാണിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? 22 ലക്ഷത്തിന്റെ അഴിമതിക്കാരനാണ് ഞാൻ ഇരിക്കുന്നത്. ആ 22 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഇവിടുത്തെ ചോദ്യമുള്ളൂ, വേറെ ഇല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവരമ്മയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു മകന്റെ ഉത്തരവാദിത്വം, ഒരു മകൻ, ആ മകന്റെ ഉത്തരവാദിത്വമാണ് അമ്മയുടെ മുന്നിൽ അയാൾ കളങ്കിതനല്ല എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വം. അത്രേ ഉള്ളൂ. ഈ പാർട്ടി ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് ചേർന്നിരുന്നു, അക്കാര്യം അറിയിച്ചിരുന്നു? ഇല്ല, അറിയിച്ചില്ല. ഏരിയ കമ്മിറ്റി യോഗം ചേർന്നായിട്ട് അറിഞ്ഞോ? ഇങ്ങനെ ഒരു നടപടി ഉള്ളതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞില്ല. ഈ പരാതി നൽകിയതിനെ പറ്റി ഇതുവരെ ഔദ്യോഗികമായിട്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എല്ലാ ചാനലിനകത്തും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പരാതി ഇല്ല, പരാതി കൊടുത്തിട്ടില്ല. അപ്പൊ ആരാണോ പരാതിക്കാരെന്നുള്ളത് എന്നോട് പറയണ്ടേ. എന്നോട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി ഇന്ന ആൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയട്ടെ. ആ പരാതി ആളുടെ പേര് അറിയട്ടെ, ആരാണ് പേര് കൊടുത്തത്. ആ പരാതിക്ക് പിന്നിൽ പാർട്ടിക്കാർക്ക് പങ്കുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു സഖാവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് പാർട്ടിക്ക്, അല്ലേ? ആ സഖാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് 100% ഉറപ്പായാൽ അയാൾ തിരുത്തൽ നടപടിക്ക് വിധേയമാകണം. അയാളെ പാർട്ടി എന്ത് ചെയ്യണം? ആ തിരുത്തൽ നടപടി അയാളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ ഇന്നത് ചെയ്തു, നിങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര പൈസ വാങ്ങിച്ചു അല്ലെങ്കിൽ ഇന്നത് ചെയ്തു എന്ന് കൃത്യമായ തെളിവോടുകൂടി പറയണം, വേണ്ടേ? പ്രമോദ് കോട്ടൂളിയാണ് അല്പം മാധ്യമങ്ങളെ കണ്ടത്. യൂത്ത് കോൺഗ്രസ് നേതാവായ ശ്രീ വൈശാലാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. വൈശാലിന്റെ മൊഴിയും ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. വൈശാല്, ഇപ്പോഴത്തെ പാർട്ടി നടപടിയിൽ തൃപ്തിയുണ്ടോ? പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയല്ലോ. അത് ഹലോ, നടപടിയിലല്ല, പാർട്ടിയല്ല നടപടി എടുക്കേണ്ടത്. കേരളത്തിലെ ഏത് വിഷയം, CPM-മായി ബന്ധപ്പെട്ട് ഏതൊക്കെ വിഷയങ്ങൾ ഉയർന്നു കഴിഞ്ഞാലും അവിടെ പാർട്ടി കമ്മീഷൻ അന്വേഷണവും അല്ലെങ്കിൽ പാർട്ടി കോടതിയുടെ അന്വേഷണവും അല്ലെങ്കിൽ പാർട്ടി പോലീസിന്റെ അന്വേഷണവും ഇതല്ല വേണ്ടത്. ഇവിടെ കേരളത്തിലെ പോലീസാണ് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. കേരളത്തിലെ പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തമായ നടപടിയാണ് എടുക്കേണ്ടത്. അതായത് നിയമ നടപടികളിലേക്കാണ് നീങ്ങേണ്ടത് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം. നിയമ നടപടിയിലേക്ക് പോകാൻ താങ്കളുടെ പരാതി അതതിന് കാരണമാകുമെന്ന് കരുതുന്നുണ്ടോ? കാരണം പ്രമോദ് വെല്ലുവിളിക്കുകയാണ്, താൻ PSC ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. അതിന് പാർട്ടിയെ കൂടി വെല്ലുവിളിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ താൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഈ കോഴ നൽകിയ ആളുടെ വീടിന് മുന്നിൽ, കോഴ നൽകിയെന്ന് പറയുന്ന ആളുടെ വീടിന് മുന്നിൽ ഇപ്പോൾ നിരാഹാരം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് അവരുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കാം അയാൾ നിരാഹാരം ഇരിക്കുന്നത്. പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ നിലപാടെന്താ? PSC അംഗമായി നോമിനേറ്റ് ചെയ്യുന്നതിന് ഇത്രത്തോളം ഒരു പരാതി ഉണ്ടായി, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരം വലിയൊരു വിവാദങ്ങൾ ഉയർന്നു വന്നു. കേരളത്തിലെ മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ, ജനാധിപത്യത്തിന്റെ 4ാം തൂണുകളെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുവന്നപ്പോ ഈ ഒരു കരിനിയൽ PSCയുടെ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള PSCയുടെ മേൽ ഇത്തരമൊരു കരിനിയൽ വീണാൽ ആ കരിനിയൽ മാറ്റുന്നതിന് വേണ്ടി ഉത്തരവാദിത്വം ഈ നാട്ടിൽ ഭരിക്കുന്ന ഗവൺമെന്റിനാണുള്ളത്. അവർ അക്കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്കാണ് നീങ്ങേണ്ടത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി നടപടികൾ എടുത്തോ അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിച്ചോ എന്നത് പൊതുജനത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലും ആശങ്ക മാറ്റുന്ന കാര്യമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരു പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ. കേവലം ഒരു പേപ്പറിൽ എഴുതി കൊടുത്ത പരാതി എന്നതിനപ്പുറം എന്തെങ്കിലും തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ താങ്കൾക്കായിട്ടുണ്ടോ? ഞാൻ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിപക്ഷ യുവജന സംഘടനയുടെ ഒരു സംസ്ഥാനതല നേതാവ് എന്ന നിലയിൽ ഞാൻ പരാതി നൽകിയത് ഈ നാട്ടിൽ ഇത്തരം ഒരു വിഷയം ഉയർന്നു വരുമ്പോ അത്തരം PSC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ഉദ്യോഗാർത്ഥികളും മറ്റു പൊതുസമൂഹവും ആവശ്യപ്പെട്ട പരാതിയാണ് എന്നിലൂടെ ഞാൻ എഴുതി നൽകിയത്, അല്ലെങ്കിൽ എന്റെ സംഘടനയിലൂടെ ഞാൻ എഴുതി നൽകിയിട്ടുള്ളത്. അതത്ര മാത്രം. ഈ തെളിവ് എന്ന് പ്രമോദ് തുടർച്ചയായി വെല്ലുവിളിക്കുന്നതിന്റെ ഒരു ധൈര്യം എന്തായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ, ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളും പല വിവരങ്ങളും നൽകാമെന്ന്, റിലേറ്റബിൾ ആയ സോഴ്സുകളിൽ നിന്ന് വിവരങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിവരങ്ങൾ CPM-ന്റെ ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. അത് ഏതെങ്കിലും തരത്തിലൊരു സംഘടനാ നടപടി എന്ന നിലയിൽ ഒതുക്കി തീർത്ത് ഈ പ്രശ്നത്തെ ലഘൂകരിക്കാനാണ് CPM-ഉം ഭരണപക്ഷവും ശ്രമിക്കുന്നത്. ഇതാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. കാരണം CPM-ന്റെ ഇരുമ്പ് മറ തകർത്ത് ഈ തെളിവുകളെല്ലാം തന്നെ പുറത്തു വരും എന്നുള്ളത് തന്നെയാണല്ലോ ഇപ്പോ
ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ആനുകാലികമായ സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി വൈശാല് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്. അനീഷ്, ഇവിടെ അതാണ് കാരണം, ഈ പോലീസിനൊരു പരാതിയുണ്ട്, പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പരാതിക്കാരൻ്റെ. പക്ഷെ അതിനപ്പുറത്ത് ഇതിനൊരു തെളിവ് വേണമല്ലോ. കേവലം രാഷ്ട്രീയമായ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങൾ എന്നതിനപ്പുറം പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് അനീഷിലേക്ക് വരാം. ഏതായാലും പ്രമോദ് കോട്ടുളിയും അമ്മയും ഇപ്പോൾ നിരാഹാര സമരത്തിലാണ് എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ അത് കാണാം. ഈ പണം നൽകി എന്ന് ആരോപണം ഉയർന്ന ഈ പറഞ്ഞ ശ്രീജിത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് പ്രമോദ് കോട്ടുളിയും അമ്മയും മറ്റു ചില അടുപ്പക്കാരും ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. നിരാഹാര സമരം നടത്തുകയാണ് അവിടെ. തനിക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കണം എന്നുള്ള എല്ലാ തരത്തിലുമുള്ള ആവശ്യത്തിലാണ് പ്രമോദ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇത്തരമൊരു സമരത്തിന് തുടക്കം കുറിക്കുന്നതോടെ CPM-നെതിരെയുള്ള ഒരു വെല്ലുവിളി കൂടി പ്രമോദ് ഉയർത്തുകയാണ്. തനിക്കൊപ്പം നിന്ന താൻ ഭാഗവാക്കായിരുന്ന പാർട്ടി നടപടി സ്വീകരിക്കുമ്പോൾ അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഓരോ ദിവസവും ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട ഓരോ ട്വിസ്റ്റുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ. ഇപ്പോൾ അനീഷ്, ഇത് ഈ പോലീസിൻ്റെ അന്വേഷണം ഒരു പരാതിയുടെ പുറത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തെങ്കിലും പുരോഗതി അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രമോദ് കോട്ടുളിക്കെതിരെ തെളിവുകൾ ശേഖരിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ പോലീസ്? അനീഷ്, കേൾക്കാമോ? ഏതായാലും അസാധാരണമായ ഒരു സമരത്തിന് സാക്ഷ്യം വഹിക്കുന്നു കോഴിക്കോട് എന്നുള്ളതാണ്. ഒരു PSC അംഗത്വത്തിനായി കോഴ വാങ്ങി എന്ന ആരോപണം, അതായിരുന്നു ഇതിന്റെ തുടക്കം. അതിനുശേഷം പാർട്ടി എത്ര അവന്റെ ആരോഗ്യത്തിന് കേടായി എന്നല്ലാതെ വേറെ എന്താണ്ടായത്? അതൊന്നുമില്ല, പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും ഉണ്ടാവുന്നു. ഇങ്ങനെ ഒരു ആരോപണം വരുന്നപ്പോൾ പാർട്ടി കൂടെ നിൽക്കുന്ന വിചാരിച്ചിരുന്നോ? കാരണം മകൻ പണം വാങ്ങിയിട്ടില്ലെങ്കിൽ പാർട്ടി കൂടെ നിൽക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുണ്ട്, പാർട്ടി കൂടെ നിൽക്കുന്നു വിചാരിച്ചു. ആ വിശ്വാസമാണ് ഇല്ലാതായത്. പ്രമോദ് കരുതിയിരുന്നു ഇങ്ങനെ ഒരു ആരോപണം വരുന്ന സമയത്ത് താൻ പണം വാങ്ങിയിട്ടില്ല, നിരപരാധിയാണ് എന്നുള്ള കാര്യം പാർട്ടി മുഖവിലേക്ക് എടുക്കുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? അതവര് പിന്നെ എല്ലാരോടും അന്വേഷിക്കണ്ടേ? പൈസ വാങ്ങിയിട്ടില്ല എന്നുള്ളത് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. കോഴ വാങ്ങി എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ഈ പോലീസിന്റെ കേൾക്കാമെങ്കിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടോ? പരാതിക്ക് മുകളിൽ അന്വേഷണം എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ അനീഷ് ഈ പ്രമോദിനെതിരെ ആയിട്ടുണ്ടോ? അനീഷ്, പോലീസ് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് ഇനിയും കടന്നിരുന്നില്ല. നേരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പരാതി നൽകിയെങ്കിലും ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ മെഡിക്കൽ കോളേജ് ACP പരാതിക്കാരനെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ മൊഴി രേഖപ്പെടുത്തിക്കുമ്പോഴും ഈ ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് അല്ലെങ്കിൽ പൊതു ഇടത്തിലേക്ക് ആരാണ് പരാതിക്കാരൻ, എന്താണ് പണം കൊടുത്തതിന് തെളിവ് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ പ്രമോദ് കോട്ടുളി അപ്രതീക്ഷിതമായൊരു നീക്കത്തിലൂടെ പരാതിക്കാരനെ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടുന്ന അല്ലെങ്കിൽ ആരാണ് പരാതി നൽകിയതെന്ന് പ്രകടമാക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അറിയാം, മറ്റുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ അറിയാമെങ്കിലും ആരാണ് പരാതിക്കാരൻ എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ പരാതിക്കാരനെ ഇപ്പോൾ തുറന്നു കാണിക്കുന്ന ഒരു നടപടിയാണ് പ്രമോദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചപ്പോഴും പരാതിക്കാരൻ ആര്, എന്ത് പരാതി, എവിടെ പണം കൊടുത്തു, എന്ത് തെളിവ് എന്നീ 2-3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ പ്രമോദ് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ തന്നെയാണ് പോലീസും ചോദിച്ചത്. എന്നാൽ അതിലൊരു കാര്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ആരാണ് പരാതിക്കാരൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം, അല്ലെങ്കിൽ ആരുടെ പേരിലാണ് തനിക്കെതിരായ നടപടി ഉണ്ടായിരിക്കുന്നത്, ആരുടെ പരാതിയിലാണ് ഇപ്പോൾ പാർട്ടി തന്നെ പുറത്താക്കിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഈ വീടിന്റെ മുന്നിൽ വന്നിരിക്കുന്നതിലൂടെ പ്രമോദ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കാര്യം പരാതിക്കാരന്റെ മൊഴിയെടുത്തു. രണ്ടാമത്തെ കാര്യം ആർക്കാണ് പരാതി അല്ലെങ്കിൽ ആർക്കാണ് പണം നഷ്ടപ്പെട്ടത് എന്ന് ആരോപണമുയർന്നു. ആ ചോദ്യത്തിന് പോലീസിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും
തീർച്ചയായും ഇനിയും അത്തരം കാര്യത്തെക്കുറിച്ച് പോലീസിന് അന്വേഷിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കേവലം പുറത്തു കേൾക്കുന്ന തട്ടിപ്പ് വാർത്തകൾ പോലെയല്ല, ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പേരിലാണ് ഇത്തരമൊരു ആരോപണം വരുന്നത്. ആദ്യഘട്ടത്തിൽ കേട്ട പരാതി PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്നത്. രണ്ടാമത് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് PSCയിലെ ഒരു ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ഡോക്ടർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി പിന്നീട് ആ ജോലി നൽകിയില്ല. ഈ രണ്ട് കാര്യങ്ങളാണെങ്കിലും ഈ ഭരണഘടനാ സ്ഥാപനമായ PSCയുമായി ബന്ധപ്പെട്ട് പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പോലീസിന് കേസെടുക്കേണ്ടി വരും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രണ്ട് ആളുകൾ തമ്മിലുള്ള മറ്റു തരത്തിലുള്ള തട്ടിപ്പുകളാണെങ്കിൽ ഒരു പരാതിക്കാരൻ വേണം, അല്ലെങ്കിൽ പരാതിക്ക് തെളിവ് വേണം, വാങ്ങിയ ആളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകളൊക്കെ വേണം. പക്ഷേ ഇതിൽ ഒരു പൊതുസ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് PSCയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നോട്ട് പോകാതെ നിർവാഹമില്ല എന്നാണ്. ശരി അനീഷ്, ഇതാണ് ഇപ്പോൾ സാഹചര്യം. ഏതായാലും അസാധാരണമായ ഒരു സമരം കോഴിക്കോട് നടക്കുന്നു. അമ്മയും മകനും, മകനെതിരെ ഉയർന്ന ആരോപണം അത് തെളിയിക്കണം പാർട്ടി എന്നാവശ്യപ്പെട്ട് ഒരമ്മയും മകനും ചേർന്ന് പരാതിക്കാരൻ്റെ ഈ കോഴ കൊടുത്തോ എന്ന ആളുടെ മുന്നിൽ, വീടിൻ്റെ മുന്നിൽ നിരാഹാര സമരം ഇരിക്കുന്ന അസാധാരണമായ സാഹചര്യത്തിലൂടെ കോഴിക്കോട് കടന്നു പോകുന്നു എന്നുള്ളതാണ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ആര്യ ചേരും അടുത്ത ബുള്ളറ്റിനുമായി വളരെ പെട്ടെന്ന്. നമസ്കാരം.